സാധാരണക്കാരായ തീർത്ഥാടകർ ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ദേശങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഒരു പക്ഷേ രാജ്യത്തിന് പുറത്തുനിന്ന് പോലും ഈ സന്നിധാനത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അവരുടെയൊക്കെ ആഗ്രഹം അയ്യപ്പ ദർശനം നടത്തുക, തത്വമസി പൊരുൾ അരുളി ചെയ്യുന്ന ശബരിമലയിലേക്ക് എത്തിച്ചേരുക, അവിടെ എത്തി അയ്യപ്പ ദർശനം നടത്തുക എന്നത് തന്നെയാണ് 18ാം പടി ഇരുപിടിക്കെട്ടുമായി 18ാം പടി കടന്നെത്തുന്ന എല്ലാ തീർത്ഥാടകരും ആഗ്രഹിക്കുന്ന സുഗമമായ അയ്യപ്പ ദർശനം തന്നെയാണ്. ഇത്തവണ അത്തരമൊരു ദർശനം ഒരുക്കാനായി ദേവസ്വം ബോർഡിനും സർക്കാരിനൊക്കെ ആയി എന്നതാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനൊക്കെ വലിയ ഒരു നേട്ടം തന്നെയാണ്. നമുക്കറിയാം 33 ലക്ഷം ആളുകൾ ഡിസംബർ 25 എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ വലിയ സംഖ്യയാണ്. മുൻ വർഷത്തെക്കാളും തീർത്ഥാടകരുടെ എണ്ണം വലിയ വർധനമുണ്ടായിരുന്നു. പല ദിവസങ്ങളിലും 1 ലക്ഷത്തിനോട് അടുത്ത തീർത്ഥാടകരെത്തുന്ന ഒരു കാഴ്ച. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണമൊക്കെ നിജപ്പെടുത്തിയിട്ടും തീർത്ഥാടകർ ഒഴുകി ശബരിമലയിലേക്ക് എത്തുന്നു എന്നതാണ്. മറ്റ് തെറ്റായ പ്രചരണങ്ങളോ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾക്കൊന്നും തീർത്ഥാടകർ ചെവി കൊടുക്കുന്നില്ല. അവരെ സംബന്ധിച്ചോളം അവർക്ക് കൃത്യമായി അയ്യപ്പ ദർശനം നടത്താൻ സാധിക്കുന്നു എന്നാണ് അവരുടെ വലിയ സന്തോഷം. ആ സന്തോഷത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും പങ്കുചേർന്ന ഈ ശബരിമല സന്നിധാനത്ത് നിൽക്കുമ്പോൾ. അതിനായി എടുത്തു പറയേണ്ടത് ഇത്തവണ നടത്തിയ മുന്നൊരുക്കങ്ങളും യോഗങ്ങളൊക്കെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലും ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ നടത്തിയ മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മന്ത്രിക്ക് ഇടപെടലിന് പരിമിതി വന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം പിന്നീട് കോടതിയിൽ ഇടപെട്ടുകൊണ്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു കൂട്ടാമെന്ന് അനുമതി നൽകുകയായിരുന്നു. കാരണം ശബരിമല തീർത്ഥാടനത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഏകോപനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെല്ലാം ഫലം ചെയ്തു എന്ന് തന്നെയാണ് ഈ തീർത്ഥാടന കാലത്തിൻ്റെ ആദ്യ പകുതിയായ മണ്ഡലകാലം പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയാണ് മണ്ഡലപൂജ നടക്കുക. ഇന്നിപ്പോൾ നടക്കുന്നത് തങ്കിയങ്കി ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നു. ശരംകുത്തിയിൽ നിന്ന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിനുള്ളിൽ ശരണംഗുരിതമായ ശബരിമല സന്നിധാനത്തേക്ക് തങ്കിയങ്കി ഘോഷയാത്ര എത്തിച്ചേർന്ന ആ മനോഹരമായ കാഴ്ചയാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. പടിയിൽ നിന്ന് പൊന്നു 18ാം പടി എന്ന് പറയാം, അതിൽ കടന്നു വന്ന തങ്കിയങ്കിയെ ക്ഷേത്ര തന്ത്രിയും അതുപോലെ തന്നെ മേൽശാന്തിയും ചേർന്നാണ് ഏറ്റുവാങ്ങി ഇപ്പോൾ ശ്രീകോവിലിനുള്ളിലേക്ക് ആനയിച്ച് എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ശ്രീകോവിലിന് മുമ്പിൽ എത്തുന്ന തീർത്ഥാടകർക്ക് അവർക്ക് തങ്കിയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ കാണാം എന്നല്ലെങ്കിൽ ദർശിക്കാം എന്ന വലിയ ഒരു ഭാഗ്യമായി കരുതുന്നു. ആ ഭാഗ്യത്തിനായി കാത്തു നിൽക്കുന്ന നിമിഷമാണ്. ശബരിമല സന്നിധാനത്തുള്ള ഓരോ അയ്യപ്പ തീർത്ഥാടകരും അതിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. ഏറെ നേരമായി അവർ ആ കാത്തിരിപ്പിൽ തന്നെയാണ്. നമുക്കറിയാം മണ്ഡലകാലത്ത് പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് തങ്കിയങ്കി ചാർത്തിയുള്ള ദീപാരാധന. അതിന് പിന്നാലെ അതിനുശേഷം നാളെ നടക്കുന്ന മണ്ഡല പൂജ. ഇതൊക്കെ തന്നെ മണ്ഡലകാലത്ത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇനി മകരവിളക്കാണ്. മണ്ഡലകാലം നാളെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും നല്ലൊരു തീർത്ഥാടന കാലത്തിന് ഏറ്റവും അധികം തീർത്ഥാടകർ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നൊരു കാലം. ഏറ്റവും അധികം തീർത്ഥാടകർ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുമ്പോഴും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ കൃത്യമായി തന്നെ തീർത്ഥാടനം സുഗമമായി കൊണ്ടുപോകാൻ സാധിച്ചു എന്നത് സർക്കാരിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും അതുപോലെ ദേവസ്വം ബോർഡിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാവരുടെയും വലിയ നേട്ടമാണ്. എല്ലാത്തിനും ഉപരി ഈ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന അല്ലെങ്കിൽ അതിനൊത്തു തന്നെ പ്രവർത്തിക്കുന്ന ഔചിത്യത്തോടെ ഉന്നത നിലവാരത്തോടെ പ്രവർത്തിക്കുന്ന തീർത്ഥാടകർ തന്നെയാണ്. ആ തീർത്ഥാടന കാലത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങൾ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തുന്നു. അല്പസമയത്തുള്ളിൽ തന്നെ മണ്ഡല കാലത്തെ പ്രധാനപ്പെട്ട ചടങ്ങായ തങ്കിയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. അതിനായി അല്ലെങ്കിൽ ആ ദീപാരാധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ തങ്കിയങ്കി ചാർത്തിയ അയ്യപ്പനെ കാണുവാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്തുള്ള എല്ലാ തീർത്ഥാടകരും. സിദ്ധൂരി.